ഹായ് കൊച്ചുമക്കളെ, ഇന്ന് ടീച്ചറമ്മ പറഞ്ഞു തരാൻ പോകുന്ന കഥ ഒരു കോഴിയുടെയും ഒരു മയിലിൻ്റെയുമാണ്. അസൂയ പിടിച്ച ഒരു കോഴി ഒരു കാട്ടിൽ സുഖമായി ജീവിച്ചിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും ഈ പക്ഷിയെ പേടിയായിരുന്നു, കോഴിയെ പേടിയായിരുന്നു. പക്ഷേ ആ കാട്ടിലൊരു മയിലും താമസിച്ചിരുന്നു. ഏറ്റവും സുന്ദരിയായ പക്ഷി മയിലായിരുന്നു. പക്ഷേ കോഴി സമ്മതിച്ചു കൊടുക്കില്ല. കോഴിയാണ് സുന്ദരി എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെ ഒരു ദിവസം ഒരു കുറുക്കൻ അതുവഴി വന്നു. കുറുക്കൻ കോഴിയോട് പറഞ്ഞു, നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല, ആ മയിലിനെ കാണാൻ എന്ത് സുന്ദരിയാ. കോഴിക്ക് ഇത് കേട്ട് സങ്കടം വന്നു. ഇനിയിപ്പോൾ അവളെ പോലെ സുന്ദരിയാകാൻ എന്താണ് ഒരു മാർഗം? കോഴി കുറുക്കനോട് ചോദിച്ചു. കുറുക്കൻ പറഞ്ഞു, നീ അവൾ കിടന്നുറങ്ങുമ്പോൾ അവളുടെ തൂവലുകളൊക്കെ കുറച്ചെടുത്തോണ്ട് വാ, എന്നിട്ട് നിന്റെ മേലെ കെട്ടിവെച്ചോ, നീയും അവളെ പോലെ സുന്ദരിയാവും. കുറുക്കൻ്റെ വാക്ക് കോഴി കേട്ടു കേട്ടോ. മയിൽ കിടന്നുറങ്ങുമ്പോൾ മയിലിൻ്റെ തൂവലുകളെല്ലാം പെറുക്കിക്കൊണ്ടുവന്നിട്ട് കോഴി തൻ്റെ ശരീരത്തിൽ വെച്ച് കെട്ടി. ഇത് കണ്ട് മയിൽ ചിരിച്ചു. അയ്യോ, എൻ്റെ തൂവലുകളെല്ലാം കട്ടുകൊണ്ട് പോയി അവൾ വെച്ചിരിക്കുന്നു. കോഴിയുടെ ഈ ഒരു പ്രവൃത്തി കണ്ട് എല്ലാ മൃഗങ്ങളുടെ ഉള്ളിലും കോഴിയോട് പുച്ഛം തോന്നി. അങ്ങനെ ആ കാട്ടിലൊരു നൃത്ത മത്സരം വെച്ചു. ആരാണ് നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്? എല്ലാ മൃഗങ്ങളും പങ്കെടുക്കണം. എല്ലാവരും പങ്കെടുക്കാൻ വരിവരിയായി നിൽക്കുകയാണ് കേട്ടോ. മയിൽ ആദ്യം വന്നു, അടിപൊളിയായിട്ട് കളിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരും കൈയടിച്ചു. അടുത്തത് കോഴിയുടെ ഊഴമാണ്. കോഴി പതുക്കെ വന്നു ഈ മയിലിൻ്റെ തൂവലും വെച്ച് തത്തക്ക പിത്തക്ക ചാടി ഡാൻസ് കളിച്ചു. എല്ലാ തൂവലും കൊഴിഞ്ഞു ചാടി പോയി. എല്ലാ മൃഗങ്ങളും കോഴിയെ പരിഹസിച്ച് പൊട്ടിച്ചിരിച്ച്. കോഴി നാണിച്ച് തല താഴ്ത്തി. മയിലിത് ഇങ്ങനെ നോക്കി നിന്നു. എങ്ങനെയുണ്ട് കഥ? ഈ കഥയിൽ നിന്ന് എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായത്? ഒരിക്കലും ഒരാളെയും നമ്മൾ അനുകരിക്കരുത്. നമ്മളെപ്പോഴും നമ്മളായിട്ട് ജീവിക്കണം. അതിനാണ് ഈ സമൂഹത്തിൽ വില. കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത കഥയുമായി ഉടൻ വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ടീച്ചറമ്മ.